മൂഡ് സ്വിങ്ങിന്റെ കാരണങ്ങളും പരിഹാരങ്ങളും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ AF സംസാരിക്കുന്നു. ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു റിലേറ്റീവ്ലി കൂടുതൽ ടൈം എൻഡ്യൂറിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു വൈകാരിക അവസ്ഥയാണ് ആക്ച്വലി മൂഡ് എന്ന് പറയുന്നത്. ഈ മൂഡ് സ്വിങ്സ് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നുള്ളൊരു ഷിഫ്റ്റാണ് അല്ലെങ്കിൽ ഒരു ചേഞ്ചാണ് മൂഡ് സ്വിങ് എന്ന് നമ്മൾ പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതായത് ഹാപ്പിയിൽ നിന്ന് പെട്ടെന്ന് ഇറിറ്റബിൾ ആവുക, കാമിൽ നിന്ന് ആങ്ഷ്യസിലേക്ക് ആവുക, അല്ലെങ്കിൽ എനർജറ്റിക്കിൽ നിന്ന് ഡൗൺ ആവുക. ഇങ്ങനെ പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ആയിട്ടോ അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടോ ഉള്ള റീസൺ ഒന്നും ഇല്ലാതെ ഉണ്ടാകുന്ന സഡൻ ചേഞ്ചിനെയാണ് മൂഡ് സ്വിങ്സ് എന്ന് സാധാരണ പറയുന്നത്. ഇപ്പം മൂഡ് സ്വിങ്സ് നമ്മുടെ നാട്ടിൽ കൂടുതലും ആൾക്കാർ പറയുന്നത് നോർമൽ മൂഡിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ മൂഡ് സ്വിങ് എന്ന് പറയുന്നത് നോർമലിൽ നിന്ന് മുകളിലേക്കും താഴേക്കും വൈകാരിക സ്ഥിതി ചേഞ്ച് ചെയ്യുന്നതിനെയാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. സാധാരണ ആൾക്കാരുടെ മനസ്സിലൊക്കെ തന്നെ ഈ വൈകാരിക സ്ഥിതി ഒരു ആവറേജ് ലെവലിലായിരിക്കും ഉണ്ടാവുക. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഇവന്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സന്തോഷിക്കും. അതേസമയം ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമിക്കും. പക്ഷേ അതേസമയം മൂഡ് ലോ ആണെങ്കിൽ, അതായത് നോർമൽ മൂഡിൽ നിന്ന് താഴേക്ക് വരികയാണെങ്കിലാണ് നമ്മൾ സാധാരണ ഡിപ്രസീവ് അവസ്ഥയിലേക്ക് എത്തുന്നത്. മുകളിലേക്ക് പോവുകയാണെങ്കിലാണ് ഒരു മാനിക് സ്റ്റേറ്റിലേക്ക് വരുന്നത്. ഇതിനിടയിലുള്ള ഒരു ചേഞ്ചാണ്, ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ സ്വിങ് ചെയ്യുന്നതിനെയാണ് ആക്ച്വലി മൂഡ് സ്വിങ്സ് എന്ന് പൊതുവിൽ വിലയിരുത്തി വരുന്നത്. അപ്പോൾ ഈ മൂഡ് സ്വിങ്സിനുണ്ടാകുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രധാനമായും മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നത് അവരുടെ ഒരു ആങ്കർ ഇഷ്യൂസ് ആയിട്ടാണ് പൊതുവിൽ കാണുന്നത്. പ്രത്യേകിച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഇടയിൽ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഈ മൂഡ് സ്വിങ് കാരണം ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ മൂഡ് സ്വിങ്സ് ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ മൂഡ് പ്രത്യേകിച്ച് ഡിപ്രസീവ് അവസ്ഥയിലേക്കാണ് അല്ലെങ്കിൽ മൂഡ് നോർമലിൽ നിന്ന് താഴേക്കായിട്ടാണ് വരുന്നതെങ്കിൽ അവരിൽ കൂടുതലായിട്ടും സാഡ്നെസ് അല്ലെങ്കിൽ ഒരു ഹോപ്പ്ലെസ്നെസ് ഒക്കെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ലൈഫ് കുറെ കൂടെ സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഇത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രിഗറുകളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് ആക്ച്വലി മൂഡ് സ്വിങ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രിഗേഴ്സ് കൊണ്ടും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരാം. അപ്പോൾ പ്രധാനമായിട്ടും മൂഡ് സ്വിങ് ഉള്ള ഒരാൾ ആദ്യം വിലയിരുത്തേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന ആർക്കെങ്കിലും മൂഡ് സ്വിങ്സ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യം എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രിഗേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും സ്ട്രെസ്സേഴ്സ് നിങ്ങളുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ വിലയിരുത്തുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വാണ്ടർ ചെയ്യുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന റാൻഡം ആയിട്ടുള്ള തോട്ട്സ് എന്തൊക്കെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കൂടുതലും നമ്മുടെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സ് കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ മനസ്സ് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതൊക്കെ തന്നെ മാനേജ് ചെയ്യേണ്ടുന്നത് മൂഡ് സ്വിങ് മാനേജ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സൈക്കോ സോഷ്യൽ സ്ട്രെസ്സേഴ്സും ആവാം, അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രിഗേഴ്സ് ആകും. ഈ ആങ്കർ ഇഷ്യൂസ് തന്നെയാണ് ഒരു പരിധിവരെ കൂടുതലായിട്ടും കാണുന്നത്. അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന ക്രൈയിങ് സ്പെൽസ് എന്ന് പറയും, പെട്ടെന്ന് കരയുക, അങ്ങനത്തെ സാഹചര്യങ്ങളും ഈ മൂഡ് സ്വിങ്സിൽ ധാരാളമായി കാണാറുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നോർമലി ഫങ്ഷനിങ് ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും പല രീതിയിലുള്ള മൂഡ് സ്വിങ്സ് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റോണിക് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു ഇമോഷണലി ബ്ലെൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിൽ പോകാൻ വേണ്ടിയിട്ടല്ല ആക്ച്വലി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓരോ സാഹചര്യത്തിലും നമുക്ക് സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കണം, വിഷമിക്കേണ്ട സമയത്ത് വിഷമിക്കണം. അങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് റെസ്പോണ്ട് ചെയ്യുന്ന രീതികളെയൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നോർമൽ ആയിട്ടുള്ള മൂഡ് സ്വിങ്ങുകളും ഉണ്ട് അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മൂഡ് സ്വിങ്ങുകളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയം നോർമൽ മൂഡ് സ്വിങ്സുകളൊക്കെ തന്നെ നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിനൊന്നും ബാധിക്കാറില്ല, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പുകളെ ബാധിക്കാറില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആങ്കർ ഇഷ്യൂ അത്തരത്തിലൊന്നും വരാറില്ല. അതേസമയം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മൂഡ് സ്വിങ്ങുകൾ എന്ന് പറയുന്നത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ടും വളരെ ഇൻറ്റൻസ് ആയിട്ടും സംഭവിക്കുന്ന മൂഡ് സ്വിങ്ങുകളാണ്.
അത് കൂടുതലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇവന്റുകളൊന്നും ഉണ്ടാവില്ല. ഒരു കാരണവും ഇല്ലാതെ ആയിരിക്കാം കൂടുതലും മൂഡ് സ്വിങ്സുകൾ ഉണ്ടാവുന്നത്. അങ്ങനത്തെ കേസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ സീക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് കൂടുതലായിട്ടുള്ള ഹിസ്റ്ററി ടേക്കിംഗ് വഴിയും അല്ലെങ്കിൽ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനും വഴിയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിലൂടെയാണ് ആക്ച്വലി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മൂഡ് സ്വിങ്ങിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കഴിയുക. അതിനകത്ത് പല ഫാക്ടേഴ്സും ഉണ്ടാവാം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ജനറലി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ഒക്കെയാണ്. പല ആൾക്കാരിലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ സ്ലീപ്പിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഹൈജീൻ ഇല്ലാതെയാണ് പലരും കാണുന്നത്. ചിലർക്ക് ഉറക്കക്കുറവ് ഉണ്ടാവുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലർ അവരുടെ ജീവിതത്തിന്റെ ഒരു റൂട്ടീൻ്റെ ഭാഗമായിട്ട് ഉറക്കത്തിന്റെ ഒരു സ്ലീപ്പ് സൈക്കിളൊക്കെ മാറിയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടുന്നത് നമ്മുടെ ഉറക്കം ശരിയാക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങി ഒരേ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ അത് നമ്മുടെ മൂഡ് കുറെ കൂടെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഉറക്കക്കുറവുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പകൽ സമയത്ത് കഴിവതും ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉറക്കക്കുറവുള്ളവർ വൈകുന്നേരം 6 മണിക്ക് ശേഷം ടീ, കോഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. ഡിന്നർ 7 മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. 8 മണിക്ക് ശേഷം സ്ക്രീനിലേക്ക് നോക്കുന്ന ആക്ടിവിറ്റികളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അതായത് മൊബൈലോ ടിവിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. 9 മണിക്ക് ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഉറക്കക്കുറവുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഉറക്കം വരാതെ നിങ്ങൾ ബെഡിൽ പോയി കിടക്കരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഉറക്കം വരാതെ നമ്മൾ പോയി കിടന്നു കഴിഞ്ഞാൽ മറിഞ്ഞും തിരിഞ്ഞും കിടക്കും, ഉറക്കം വരില്ല. ഉറക്കം വരുന്നില്ലല്ലോ എന്നുള്ളൊരു ആങ്സൈറ്റി കാരണം തന്നെ ഉറക്കം വരുന്നത് വീണ്ടും തടസ്സമാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇരുന്ന് ഉറക്കം വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ബെഡിൽ കിടക്കാവൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഉറക്കത്തിൻ്റെ ഒരു ടെൻഡൻസി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ബെഡിൽ കിടക്കേണ്ടുന്നത്. അതുപോലെ ഉറക്കത്തിൽ ഇടയ്ക്ക് ഞെട്ടി ഉണരുന്ന ഒരു രീതിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് കൂടുതലും പകൽ സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്ന എന്തെങ്കിലും സ്ട്രെസ്സറോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കൺസേൺഡ് ആയിട്ടുള്ള ഇഷ്യൂസോ എന്തെങ്കിലും ഓൾറെഡി ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ അതിന് ഒരു റെസൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന ആ ഒരു പാറ്റേണും ആ ഒരു രീതിയും നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃത്യസമയത്ത് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ശരീരത്തിൽ ധാരാളം ഹോർമോണുകൾ, എൻസൈമുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം ടൈം ടു ടൈം നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഒരു 8-8:30 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ചയ്ക്ക് ഒരു 1-നും 2-നും ഇടയ്ക്ക് ലഞ്ച് കഴിക്കുക, രാത്രി ഒരു 7:30 ഡിന്നർ കഴിക്കുക. ഇതൊരു ഫിക്സഡ് ആയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതൊരു പരിധിവരെ നിങ്ങളുടെ മൂഡ് നോർമലൈസ് ചെയ്യുന്നതിന് സഹായിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമം, എക്സർസൈസ് വലിയ രീതിയിൽ ഹെൽപ്ഫുള്ളാണ്. അത് ഒരു ടൈം ഫിക്സ് ചെയ്തതിന് ശേഷം ആ സമയത്ത് എല്ലാ ദിവസവും നമ്മൾ കൃത്യമായി എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് ലൈഫ് കുറെ കൂടെ സ്ട്രോങ് ആയിട്ട് കറേജിയസ് ആയിട്ട് ഫേസ് ചെയ്യുന്നതിനും ലൈഫിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ സ്ട്രെസ്സസിനെയൊക്കെ കുറെ കൂടെ ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നതിനും സഹായിക്കും എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ പല രീതിയിലുള്ള ഡിപ്രസീവ്, അതായത് മൂഡ് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഡിപ്രസീവ് ഡിസോർഡർ ആവാം, ബൈപോളർ ഡിസോർഡർ ആവാം, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ളവരിലൊക്കെ തന്നെ വലിയ രീതിയിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ മൂഡ് കൂടുതലും സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക എന്നുള്ളത്, അതായത് ഒരു നോർമൽ ലെവലിൽ നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കം, അതുപോലെ തന്നെ എക്സർസൈസ്, ഫുഡിൻ്റെ സമയങ്ങളെല്ലാം ക്രമീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമുക്ക് ലൈഫിനെ കുറിച്ച് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷൻ റിയാലിറ്റിയിൽ നിന്ന് ഒരുപാട് അകലെയാണെങ്കിൽ, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഡിഫറൻസ് ആണ് ഉള്ളതെങ്കിൽ ആ ഒരു ഡിഫറൻസ് വലിയ രീതിയിലുള്ള ഫ്രസ്ട്രേഷനായിട്ട് നമ്മുടെ ലൈഫിൽ നിലനിൽക്കാനും ലൈഫ് ഒരു ഫുൾഫിൽഡും സാറ്റിസ്ഫൈഡും അല്ലാത്ത അവസ്ഥയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓവർ ദ ടൈം നമ്മുടെ ഉള്ളിലൊരു മൂഡ് സ്വിങ്സിന് കാരണമാകുന്നതായിട്ട് പലപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ് എന്നുള്ള വസ്തുത നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. മൂഡ് സ്വിങ്ങിന്റെ കാരണങ്ങളും പരിഹാരങ്ങളും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ AF സംസാരിക്കുകയായിരുന്നു ഇതുവരെ. പ്രകാശധാര